ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെല്ലാവരും ഇത് ആരെയെ നോക്കി നിൽക്കണേന്നല്ലേ. നാട്ടിലില്ലെങ്കിലും അങ്ങ് മാൽദീവ്സ് വീഡിയോ കോൾ ചെയ്തിട്ട് ഏട്ടനും നമ്മളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. സംഭവം എന്താ വെച്ചാൽ അച്ഛൻ ഡിസ്ചാർജ് ആയി വന്നിട്ടുണ്ട്. അച്ഛൻ്റെ കയ്യിലെ ഒരു വിരൽ തീരെ മടങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ട് ഒരു കുഞ്ഞ് സർജറി ആയിരുന്നു. മെഡിക്കൽ കോളേജിൽ നിന്നാണ് കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാ വന്ന് അച്ഛൻ ഡിസ്ചാർജ് ആയി വന്ന് അതിൻ്റെ കഥകളൊക്കെ ഞങ്ങളടുത്ത് പറഞ്ഞു തരുന്നത്. ഇവിടെ നിങ്ങട്ടേക്കാണ് മുറിവുള്ളത്, ഇവിടെ സ്റ്റിച്ച് ഉണ്ട് എന്നൊക്കെ കാര്യമായിട്ട് പറയുന്നുണ്ട്. തുമ്പമ്മയും അല്ലൂട്ടനും കാര്യമായിട്ട് കേട്ടിരിക്കുന്നുണ്ട്. അതെന്താണ് തുമ്പ നോക്കട്ടെ, അമ്മ കുട്ടിയെ നോക്കട്ടെ, എന്തു പറ്റി? ഒന്നും പറ്റിയില്ലേ? തുമ്പമ്മയ്ക്ക് അച്ഛൻ്റെ കയ്യിലെ വലിയൊരു കെട്ടും പിന്നെ സൂചി വെച്ചതിൻ്റെ അടയാളങ്ങളും ഒക്കെ കണ്ടപ്പോൾ ആകെ ഒരു സങ്കടം. പിന്നെ എൻ്റെ അടുത്ത് വന്ന് ചാഞ്ഞ് നിന്നിട്ടോ. പിന്നെ അച്ഛൻ വിളിച്ചപ്പോൾ അങ്ങോട്ട് പോയി ഒരു ഉമ്മയൊക്കെ കൊടുത്തു. പിന്നെ ഭക്തേട്ടനാണ് അച്ഛനെ ഡിസ്ചാർജ് ആക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നമ്മളെ വീട്ടിൽ കാർ ഉണ്ടെങ്കിലും എനിക്ക് ലൈസൻസ് ഉണ്ടെങ്കിലും ഓടിക്കാൻ ഭക്തേട്ടൻ തന്നെ വേണം ഗൈസ്. വൈശാടിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ തുമ്പമ്മ പിന്നെ കുറച്ചായിട്ട് ഇങ്ങനെ അടുക്കുന്നുണ്ട്. അതും പേടിക്കണോളൂ, കൈ പോയി തട്ടുമോ എന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക്. അച്ഛൻ എന്ത് പറ്റിയിട്ട്? അയ്യേ അതല്ല, അത് മാറി. അയ്യമ്മ കരയുന്നമ്മേ. അയ്യേ വൈശാട്ടാ നോക്ക്, വൈശാട്ടാ അവിടെ കോളില്ല. എന്തിനു പറയണേ? അച്ഛന് കീറിയല്ല അതുണ്ടല്ലോ, അച്ഛന് വയ്യായി കണ്ടേനെയോ അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയതാ. അപ്പൊ റെഡിയായി അച്ഛന് കേട്ടോ. എന്ത്? അയ്യേ ഇവനെന്താ സില്ലി മാറ്റർ എന്ന് അച്ഛമ്മ കണ്ടോ. അവ വെറുതെ കരയല്ലോ കേട്ടോ, അല്ലേ പനി ഞങ്ങക്ക് ഇതാക്കണ്ട. അത് നേരിപ്പത് പുതിയതോ? ഒരാളുടെ കഴിഞ്ഞപ്പോൾ ഇതാ അടുത്ത ആളായിട്ടോ. അല്ലൂട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നേ. അല്ലെങ്കിൽ അല്ലൂട്ടൻ ഇമോഷണലി കൂടുതൽ അറ്റാച്ച്ഡ് ആണ് എല്ലാവരുമായിട്ട്. അവർക്ക് എന്താ പറ്റിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലൂട്ടൻ ഭയങ്കര സങ്കടമാണ് കേട്ടോ. അതെപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ പണ്ട് തൊട്ടേ ഇവൻ ഭയങ്കര എക്സ്പ്രസ് ചെയ്യുന്ന ടൈപ്പ് അല്ലായിരുന്നു. അവൻ്റെ സങ്കടങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കുന്ന ഒരു ടൈപ്പാണ്. വൈശാട്ടൻ പോയി കഴിഞ്ഞാൽ ഇവന് ഭയങ്കര സങ്കടമായിരിക്കും. പക്ഷെ അവനത് എക്സ്പ്രസ് ചെയ്യുന്നത് ഞാൻ അധികം കണ്ടിട്ടില്ല. പക്ഷേ റീസെൻ്റ്ലി അവൻ കുറച്ചൊക്കെ നമ്മളടുത്ത് ഇങ്ങനെ തുറന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മുടെ സങ്കടങ്ങൾ ഒന്നോ രണ്ടോ വ്യക്തികളെടുത്ത് തുറന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല അല്ലേ. ഞാനും അങ്ങനെയാണ് കേട്ടോ. എനിക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ ഞാനത് പരമാവധി എൻ്റെ മനസ്സിൽ ഒതുക്കും. അതെൻ്റെ പരിധി വിട്ടു പോയാൽ എനിക്ക് എത്രയും വേണ്ടപ്പെട്ട ഒന്നോ രണ്ടോ വ്യക്തികളെടുത്ത് ഞാനത് ഷെയർ ചെയ്യും. തുമ്പമ്മ നേരെ തിരിച്ചുവാണ് കേട്ടോ. എല്ലാവരുടെ അടുത്തും സങ്കടം ഉണ്ട്, കരഞ്ഞുകൊണ്ട് നടക്കുന്ന കുട്ടിയാണ്. എന്തൊക്കെ പറഞ്ഞാലും അല്ലൂട്ടൻ കരയണ കേട്ടോ. അപ്പോൾ ആകെ ഒരു സങ്കടം കേട്ടോ. അപ്പോൾ എല്ലാവരും അച്ഛനെ ഓക്കെ ആവാൻ വേണ്ടി പ്രാർത്ഥിക്കണേ.